അറിയോ, ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇത്രമാത്രം റിസൾട്ട് തരുന്നുള്ളത് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. നമ്മുടെ മുടി നല്ല തിക്കായിട്ടും ലോങ് ആയിട്ടും നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് ഇത്രമാത്രം ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എത്രമാത്രം ആയിരിക്കൂലേ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആൽസ് ഗുഡ്നെസിന്റെ റോസ്മേരി ആൻഡ് കറി ലീവ്സ് പൗഡർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റോസ്മേരി ഇപ്പൊ തരംഗമാണ്, പക്ഷേ നമ്മുടെ വീടുകളിൽ ഒന്നും റോസ്മേരി കിട്ടാനില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണം ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോസ്മേരി വാങ്ങിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ട് റോസ്മേരി നമ്മുടെ കറിവേപ്പിലയും മിക്സ്ഡ് ആയിട്ടുള്ള പൗഡർ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ മാത്രം എടുത്ത് വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഗുണം ഇരട്ടിക്കാൻ വേണ്ടിയിട്ടും ഇതിലോട്ട് ഞാൻ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു പൗഡർ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് അലോവേരയുടെ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോവേര നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിയിലെ ഡ്രൈനസ് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് പെട്ടെന്ന് വളരാൻ വെക്കാൻ വേണ്ടിയിട്ട് അലോവേര അടിപൊളിയാണ്. അപ്പോൾ അലോവേര കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഞാൻ നല്ലപോലെ ഇങ്ങനെ ഒരു ഷാർപ്പുള്ള ബ്രഷ് വെച്ച് ചീകി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പൗഡറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തരി പോലും വെള്ളം ഈ ഒരു പാക്കിലോട്ട് ചേർക്കാൻ വേണ്ടി പാടില്ല. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ആൽസ് ഗുഡ്നെസിന്റെ തന്നെ റോസ്മേരിയുടെ വാട്ടർ ആണ് കേട്ടോ. എന്നെ പോലെ നല്ല മടിച്ചികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെക്കണതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ 1 വീക്ക് കഴിഞ്ഞാൽ അത് വീണ്ടും ചീത്തയായി പോകും. നമ്മൾ 1 വീക്ക് കഴിയുമ്പോൾ വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ ഇതിൻ്റെ റിസൾട്ട് വീണ്ടും വീണ്ടും ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാനൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ പാക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിനനുസരിച്ചിട്ടുള്ള റോസ്മേരിയുടെ വാട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ തരികൾ ഉണ്ടെങ്കിലോ അത് നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു തുണി വെച്ച് നല്ല പോലെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്ത ഈ ഒരു പാക്കിലോട്ട് ഞാൻ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേനുണ്ടല്ലോ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഷൈനിങ് തരാനും തിളക്കം തരാനും വേണ്ടിയിട്ട് തേന് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ തേന് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നരയ്ക്കുമല്ലോ എന്ന് മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. തേന് നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്കിൻ്റെ കൂടെ തേന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇതെല്ലാം പാടെ സെപ്പറേറ്റ് അല്ലാതെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്ക് നല്ലപോലെ സ്ട്രോങ് ആവാനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പാടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള എൻ്റെ മുടിയും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഷാമ്പൂ ചെയ്ത് മുടി കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മീതെയാണ് നമ്മൾ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് വേണം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മുടി വളരുന്നത് നമ്മുടെ തലയോട്ടിന്നാണല്ലേ. അപ്പോൾ ഈ ഒരു പാക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയുടെ ഓട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. പാക്ക് ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സ്കാൽപ്പിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ ഇത്തിരി പാടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല തിക്കും അല്ല എന്നാൽ വെള്ളവും അല്ലാതെ ഒരു രീതിയിൽ ഒരു കുഴമ്പ് മാതിരി ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വകച്ചിലെടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഈവണായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം മുടിയിൽ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി ചീവുന്ന സമയത്ത് പൊട്ടി താഴെ വീഴുക, ഇത് സ്ഥിരം എനിക്ക് വരുന്ന കമന്റ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ മുടിയിലും കൂടെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണത്. അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കെട്ടിവെക്കുന്നുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഞാൻ എടുക്കണത് കേട്ടോ. ഇതേപോലെ നിങ്ങൾ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
മുടി കെട്ടിവെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം മാത്രം നിങ്ങളുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഷാമ്പു ഇട്ട് മുടി കഴുകാനേ പാടില്ല. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിൻ്റെ ഗുണം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ഒരു ഹെയർ പാക്കിൻ്റെ അതേ ഒരു ഹെൽത്ത് നമ്മുടെ മുടിക്ക് കിട്ടാനും ആ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിൽ അങ്ങനെ തന്നെ നിൽക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ പച്ചവെള്ളത്തിൽ നല്ലപോലെ മുടി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിക്ക് മുടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. മുടി ഉണങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. മുടി ഉണങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഷൈനിങ് ടച്ച് അറിയുന്നുണ്ടോ? മുടിയിൽ എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല പോലെ സോഫ്റ്റായി മാറിയത് എനിക്ക് തോന്നി. പക്ഷേ മുടി ഉണങ്ങി കഴിയുമ്പോൾ സത്യം പറയാലോ ഇത്രമാത്രം റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അത്രമാത്രം റിസൾട്ടാണ് മുടിയിൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളു വെച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നണുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഹെയർ പാക്ക് ഇടുന്നതിനേക്കാളും മുൻപുള്ള എൻ്റെ മുടിയും ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിയിൽ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പറയും ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളു കൂടുമോ എന്നുള്ളത്. അതങ്ങനെയല്ല. നമ്മളൊരു ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ മുടിയിൽ കിട്ടണത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് മുടി വളരണതല്ല. നമ്മൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരു മാറ്റം കിട്ടുന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ മുടിയിൽ തീർച്ചയായിട്ടും കിട്ടും. ഒറ്റ യൂസിൽ തന്നെ ഇത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ അല്ലേ? നല്ല പോലെ ചേഞ്ചസ് ആണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് കിട്ടിയിരിക്കുന്നത്. മുടി അങ്ങനെ ഒരു പഞ്ഞിമിഠായി മാതിരി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2 വട്ടം വെച്ച് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാ ദിവസവും ഉറങ്ങണേനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കെട്ടിവെച്ച് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇനിയുമേ നമുക്ക് ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമ്മുടെ മുടിയിൽ കിട്ടുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു റൊട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 2 വീക്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 2 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും. നിങ്ങൾക്ക് എത്ര തന്നെ വളരാതിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിലും വളർത്തിയെടുക്കാം എന്നുള്ളത് ഈ ഒരു ഹെയർ പാക്കിലെ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയും സ്ട്രോങ് ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.